ആര് വന്നാലും കുമരന് കുമ്പിളി കഞ്ഞി അല്ല ഉള്ളൂ. അങ്ങനെയൊക്കെ എന്തിനാണെന്നേ ഭരിക്കുന്നത്? പാവം പിടിച്ചവനെ കണ്ണുനീര് കണ്ടില്ലേ പിന്നെന്തോ ഭരണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനും പാർട്ടിക്കാരനൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ആ കാര്യത്തിന് അത് ഇപ്പോൾ സങ്കടമുണ്ട്. ഈ 10 കൊല്ലം കേരള ഗവൺമെൻറ് ഭരിച്ച ആ ഭരണം ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരമായതും ജനങ്ങൾക്ക് 10 പൈസ ഇന്നും അവർ 2000 രൂപയാണ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത്. ആ കാശാണ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത്. 18 മാസത്തെ കാശ് ബാലൻസ് ഇട്ട് ഇറങ്ങിപ്പോയാൽ 5 പൈസ ആർക്കെങ്കിലും കൊടുത്തോ? 600 രൂപ വെച്ചുള്ളത് കൊടുത്തില്ല. പിന്നെ ഇവർ എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞ് കയറി വരുന്നത്. ഇപ്പൊ പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം കൊണ്ടും. ഇപ്രാവശ്യം ഒരു രീതിയിലും ചെയ്തില്ല. ഇതിപ്പോൾ ഒന്നും പറയാനൊക്കില്ല. ഇപ്പം എല്ലാം ഇപ്പം മൂന്ന് പേരും കട്ടക്ക് നിൽക്കുന്നത്. ഞാൻ ചെറുതായി അബിൻ വർക്കിക്കാണ് ഇച്ചിരി മുൻതൂക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിക്കാണോ വോട്ട്, ആൾക്കാണോ വോട്ട്? പാർട്ടിയാ. അവർ പറയുന്ന പഞ്ചായത്തിൽ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഈ കേരള സംസ്ഥാനം വിട്ടു നോക്കിയാൽ ഏടാണ് വീടില്ലാത്ത വെള്ളമില്ലാത്ത. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കോഴഞ്ചേരിയിലുണ്ടായിരുന്നു. തീരെ ആളുകളില്ലായിരുന്നു, കുറവായിരുന്നു തീരെ. അത് നശിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതായത് അച്യുതാനന്ദൻ്റെ കാലം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഫെൽ ഡൗൺ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത്? ആര് വന്നാലും കുമരന് കുമ്പിളി കഞ്ഞി അല്ല ഉള്ളൂ. ഭരണാധികാരി ആരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടാലേ നമുക്കുള്ളൂ. അല്ല ആര് വന്നാലും ഇപ്പം അതിൻ്റെ കാര്യം പറഞ്ഞാൽ പിണറായി സർക്കാർ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആദ്യത്തെ ഭരണ സമയത്ത് എൻ്റെ പേര് ലിസ്റ്റിൽ വന്നാണ് ഞാൻ വീടിൻ്റെ സ്ഥലത്തിന് കൂടെ കൊടുത്തത്. പേര് ലിസ്റ്റിൽ വന്നാലും മാസങ്ങൾക്കൊടുക്കൽ ബഡ്ജറ്റ് ഓക്കെ ആകുമേ. വർഷം എത്ര ഇപ്പം കണക്കൂട്ടിക്ക്. അത് കഴിഞ്ഞ് 5-ാമത്തെ വർഷം കൂടെ കഴിഞ്ഞേ ഇത് നടന്ന് എൻ്റെ ചെരുപ്പ് തേഞ്ഞ് പഞ്ചായത്തിൽ ചെന്നിട്ട് അവർ പറയുന്ന പഞ്ചായത്തിൽ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരള സംസ്ഥാനം വിട്ടു നോക്കിയാൽ ഏടാണ് വീടില്ലാത്ത വെള്ളമില്ലാത്ത. തമിഴ്നാട്ടിൽ ചെന്നാലേ ഒരു വീടില്ലെന്നുള്ളൊരു കാര്യം അവിടെ പറയാൻ പാടില്ല. അന്നമില്ലെന്ന് പറയാനൊക്കെയല്ല. ശരിയാണോ? അങ്ങനെയൊക്കെ എന്തിനാണെന്നേ ഭരിക്കുന്നത്? പാവം പിടിച്ചവനെ കണ്ണുനീര് കണ്ടില്ലേ പിന്നെന്തോ ഭരണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനും പാർട്ടിക്കാരനൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ആ കാര്യത്തിന് അത് ഇപ്പോൾ സങ്കടമുണ്ട്. നല്ലൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ പാവം പിടിച്ചവരുടെ നല്ലൊരു പ്രസ്ഥാനമായിരുന്നു. പക്ഷെങ്കിൽ അത് നശിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതായത് അച്യുതാനന്ദൻ്റെ കാലം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഫെൽ ഡൗൺ. അത് ഞാൻ പറയത്തില്ല പറഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അതല്ല, ഞാൻ ഫസ്റ്റിലേ പറഞ്ഞല്ലോ, ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് ആ മനസ്സിലുള്ള താല്പര്യങ്ങളൊക്കെ പോയി. ആറന്മുള മെയിനായിട്ടുള്ളത് വീണയല്ലാതെ ഈ മണ്ഡലത്തിൽ ജയിക്കുന്ന എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം അവർ അതുപോലെ ഉപകാരം എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഈ അവർ വന്നതിന് ശേഷം ഈ മിക്ക ആശുപത്രികളും ഈ 18 ഗവൺമെൻറ് ആശുപത്രി തന്നെ പിന്നെ തൊലഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കുന്ന ആശുപത്രി ഇപ്പോൾ ഇത്രയും നിലയിൽ പൊങ്ങി കിടക്കുന്നത്. മനസ്സിലായില്ല. 15 കൊല്ലം UDF പാർട്ടി ഭരിച്ചിട്ട് ഈ ആശുപത്രിയുടെ ഒരു പടിയും നടത്തിയിട്ടില്ല. 15 കൊല്ലം അവർക്ക് തന്നെ സാധ്യത. ഈ 10 കൊല്ലം കേരള ഗവൺമെൻറ് ഭരിച്ച ആ ഭരണം ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരമായതും ജനങ്ങൾക്ക് 10 പൈസ ഇന്നും അവർ 2000 രൂപയാണ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത്. ആ കാശാണ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത്. 18 മാസത്തെ കാശ് ബാലൻസ് ഇട്ട് ഇറങ്ങിപ്പോയാൽ 5 പൈസ ആർക്കെങ്കിലും കൊടുത്തോ? 600 രൂപ വെച്ചുള്ളത് കൊടുത്തില്ല. പിന്നെ ഇവർ എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞ് കയറി വരുന്നത്. ഒന്നും കൊടുക്കാനില്ല. UDF കൊണ്ട് ഒന്നും കൊടുക്കാൻ ഒക്കത്തില്ല. UDF കൊടുക്കത്തുമില്ല. അവരുടെ പള്ളയ്ക്ക് എങ്ങനെ തീർക്കാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ UDF. അല്ല വേറൊരു ഈ ഇടത്തോട്ട് അത് പാർട്ടി യാതൊരു ബന്ധമില്ല. കാരണം ഞാൻ അതിലോട്ട് നീങ്ങിയിട്ടില്ല. അവരുമായിട്ട് കൂടുതൽ കാണുമ്പോൾ ഇപ്പോൾ ആൾക്കാർ വരുമ്പോഴത്തേക്ക് സംസാരിക്കുന്നത് പോകുന്നതെന്നല്ല. പിന്നെ അവരവരുടെ ലൈൻ പിടിക്കുന്നു. അത് അവരുടെ ഇഷ്ടം, ഇത് എൻ്റെ ഇഷ്ടം. കേരളത്തിൽ ഇപ്പോൾ ഇത് തന്നെ 18 സ്റ്റേഡിയം ഇപ്പം പണി തീർന്ന് ഉദ്ഘാടനമായത്. 10-20 കൊല്ലം 18 മുനിസിപ്പാലിറ്റി UDFകാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. നടന്നില്ലല്ലോ. ഇവർ വന്നതിന് ശേഷമാണ് നടന്നത്. വീണ വന്നതിന് ശേഷമാണ് ആ സ്റ്റേഡിയം വരെയും ശരിയായത്. അതുവരെയും ശരിയായിട്ടില്ല. അതുപോലെ എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നും പറയാനൊക്കില്ല. ഇപ്പം എല്ലാം ഇപ്പം മൂന്ന് പേരും കട്ടക്ക് നിൽക്കുന്നത്. ഞാൻ ചെറുതായി അബിൻ വർക്കിക്കാണ് ഇച്ചിരി മുൻതൂക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇല്ല, ഒന്ന് ശബരിമല വിഷയം അത് തന്നെ ഒരു മെയിൻ വിഷയം അതാണ്. അതൊക്കെ അദ്ദേഹത്തിന് പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷം MT രമേശാണ് നിന്നത്. പക്ഷെ അതിനെക്കാട്ടും വോട്ട് കുറയുമെന്നാണ് ഈ വർഷം. അങ്ങനെയാണ് ഒരു ഇത് വന്നിരിക്കുന്നത്. ശക്തനായിട്ടാണ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നത്. അത് അയ്യപ്പ സീസൺ നമ്മുടെ ഇത് ആ ഒരു വിഷയം തന്നെ, സ്ത്രീ വിഷയം ശബരിമലയിലെ ആ സമയത്താണ് MT രമേശ് ഇവിടെ നിന്നത്.
അന്ന് നല്ല നല്ല ഇതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കോഴഞ്ചേരിയിലുണ്ടായിരുന്നു. തീരെ ആളുകളില്ലായിരുന്നു, കുറവായിരുന്നു തീരെ. ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചൂടിച്ചനായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 3 മണിക്കാ, നാളെ 3 മണിക്കാണെങ്കിൽ ഇവിടെ BJPയുടെ മീറ്റിംഗ് അവിടെ ഷെഡ് 3 മണിക്ക് ചന്ദ്രശേഖരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ BJPയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു കോണിക്ക് വീണ ജോർജിൻ്റെ നടക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസിനായിട്ട് വേറെ പുതിയൊരു പാർട്ടി അവർ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് നമുക്ക് പറയാനൊക്കത്തില്ല. അത് ജനങ്ങൾക്കേ അറിയത്തുള്ളൂ. അത് നമുക്ക് ആർക്കും ഒരു പാർട്ടിക്കും പറയാനും ഒക്കത്തില്ല. ജനത്തിന്റെ ഭാഗമാണ്. നല്ലവർ ജയിക്കണം. മനുഷ്യൻ ആര് നന്മ ചെയ്യുന്നോ അവര് ജയിക്കട്ടെ. അതാരാന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അത് ജനങ്ങടയിൽ ഇരിക്കുന്നതാണ്. അത് ജനങ്ങടയിൽ ഇരിക്കുന്ന സാധനമാണ്. നമുക്ക് അതിനകത്ത് പറയാനൊക്കത്തില്ല. ഗുണം ഉണ്ടാവാൻ അല്ലാതെ ദോഷം ഉണ്ടാവാനല്ല. ഇപ്പൊ പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം കൊണ്ടും നല്ലത് ചെയ്താൽ മുന്നോട്ടും നല്ലതുണ്ടാവും. ജനങ്ങളാണ് ഇത് മൊത്തം തീരുമാനിക്കേണ്ടത്. അല്ല നമ്മൾ മാത്രമല്ല. നമ്മൾ ഒരാൾ പറഞ്ഞുകൊണ്ടൊന്നും ജയിക്കത്തില്ല. അഭിപ്രായമാണ്. അത് ഇത്രയും നമുക്ക് അഭിപ്രായം. ജനങ്ങൾ തന്നെ നല്ല മനുഷ്യരെ തിരഞ്ഞെടുക്കട്ടെ. UDF-ലാണ് ഒരു പുതിയ യാത്ര നടത്തി എല്ലാ രീതിയിലും നമ്മുടെ കേരള സ്റ്റേറ്റിൽ UDF തരംഗം തന്നെ ആയിരിക്കും. വീണ ജോർജ് ഇപ്രാവശ്യം ഒരു രീതിയിലും വിൻ ചെയ്യുന്നില്ല. UDF വൻ ഭൂരിപക്ഷത്തോടെ അബിൻ വർക്കിയും വിൻ ചെയ്യും. കേരള സ്റ്റേറ്റ് UDF തിരിച്ചു പിടിച്ചിരിക്കും. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടം വീണ ജോർജ് ജയിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് ഭരണമല്ലേ എപ്പോഴും നല്ലത് നോക്കുന്നത്. ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നല്ല ഭരണമാണോ? ആന്നാ ഞങ്ങൾക്ക് അങ്ങനെ. പിന്നെ ആൾക്കാരുടെ അഭിപ്രായമൊന്നും പല അഭിപ്രായങ്ങളല്ലേ, പലതല്ലേ. മൊത്തത്തിൽ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് ചേച്ചിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു കൂട്ടായ്മയിൽ എല്ലാവരും പറയുന്നത് ഇടതുപക്ഷം ജയിക്കണം. ആ എന്നാ പറയുന്നത്. പാർട്ടിക്കാണോ വോട്ട്, ആൾക്കാണോ വോട്ട്? പാർട്ടിയാ പറയുന്നതിന് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പാർട്ടിയാ. ഇത്രയും നാളും അങ്ങനെ തന്നെ, ഇനി അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ. ശരി, താങ്ക് യു. അതേ വീട്ടിലിപ്പം വീണാ പറയുന്നത് പറയാനൊക്കത്തില്ല. 3 തുല്യ ശക്തികളാണ് നിൽക്കുന്നത്. ഒന്ന് രാജേട്ടന്, ഒന്ന് വീണ ജോർജ്, ഒന്ന് അബിൻ വർക്കി. 3 പേരും തുല്യ ശക്തികളാണ്. അതിനകത്ത് ആര് വിജയിക്കും എന്ന് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. 3 പേരും തുല്യ ശക്തികളായിട്ടാണ്. പിന്നെ പ്രവചനങ്ങളും മുൻതൂക്കമൊക്കെ പെട്ടെന്ന് വീണ ജോർജ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ കണ്ടറിയാം. ഇത് തന്നെ അഭിപ്രായം ഇതൊക്കെ തന്നെ ഉള്ളൂ. വീണ ജോർജ് ചിലപ്പം കയറുമായിരിക്കും. ആരോപണങ്ങളൊന്നുമില്ല, പലരും പല കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. നമുക്കൊന്നും പറയാനില്ല. കാരണം ആരും നമുക്കൊന്നും തരത്തില്ല. കയറുന്നവനൊക്കെ രാജാക്കന്മാരായിട്ട് പോവുക, അല്ലാതെ നമുക്ക് യാതൊരു കാര്യങ്ങളുമില്ല. ഇവിടെ ഞാൻ പെങ്ങളോട് സൗകര്യോട് ഒരു കാര്യം പറയാം. പാവങ്ങളുടെ ഒരു കാര്യമാണ്. പണ്ട് വർഷങ്ങൾക്ക് 50 വർഷത്തിന് മുമ്പ് കുടിയോടവകാശം 10 സെൻറ്റ് സ്ഥലം വീതം കൊടുത്തു. ഇന്ന് അത് ആ 10 സെൻറ്റ് സ്ഥലത്തിൽ 5 വാറും വീട് നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇതൊന്നും ആർക്കും പറയേണ്ട കാര്യങ്ങൾ. എനിക്കങ്ങനെ ഇല്ല. വേറൊരു ഭാഗം പറഞ്ഞില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ നമ്മളെന്താ പറയാനാ? പിന്നെ നമുക്കൊരു ആർക്ക് കൊടുക്കാനാണ്? അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. 10 സെൻറ്റ് സ്ഥലം കൊടുത്തത് മക്കളും കൊച്ചുമക്കളുമായിട്ട് നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ 3-4 വീടുകളാവതായി. അതൊരു ഗവൺമെൻറ്റും ഒരു പാർട്ടിക്കാരും അതിനെപ്പറ്റി പറയുന്നു. എന്നാൽ അവർക്ക് 4 സെൻറ്റ് സ്ഥലം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വീട് കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളിതൊക്കെ പറയും. പിന്നെ ആരെല്ലാം ജയിക്കുന്നു അവനവന് ഇഷ്ടമുള്ളവർ വോട്ട് കൊടുക്കുന്നു. എന്നാലും അതിന് നമുക്ക് വോട്ട് ചെയ്യാൻ പോകും. ഒരു വോട്ട് കൊടുക്കും. ഉണ്ട്. അങ്ങനെ ഞാൻ പറയത്തില്ല. എന്തിന് അല്ല, ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നു അവർ ജയിക്കും, അല്ലാതെ ഒന്നും ജയിക്കത്തില്ല. 3 ശക്തരായി ഇന്ന് രാവിലെ ഒരാൾ വന്ന് പറയാ 50,000 രൂപയും 10 ഭവനും തരാമെന്ന് പറഞ്ഞാൽ ഒന്നും ആരും വോട്ട് കൊടുക്കത്തില്ല. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ഇതുണ്ട്. അങ്ങനെ പോകത്തുള്ളൂ.